ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഫിഷ്യൻസിനെ പറ്റിയാണ്. സഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിൻ്റെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അൺബയാസ്നെസ്, സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി, തേർഡ് വൺ എഫിഷ്യൻസി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സഫിഷ്യൻസി. അപ്പോൾ ഇന്ന് നമ്മൾ സഫിഷ്യൻസി എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സഫിഷ്യൻസി: എ സ്റ്റാറ്റിസ്റ്റിക് T is said to be sufficient estimator of parameter theta if it contains all the information in the sample regarding the parameter. എന്താ പറയുന്നത്? ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ, എന്തിന് സഫിഷ്യൻറ്റ്? പാരാമീറ്റർ തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദി ഇൻഫർമേഷൻ. ഈ സാമ്പിളിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ആ ടിയിൽ ഉണ്ടാവണം. റിഗാർഡിങ് ദ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ സ്റ്റാറ്റിസ്റ്റിക് ടിയിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറയാം. തീറ്റയ്ക്ക് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് ടി എന്ന് പറയണമെങ്കിൽ തീറ്റനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ടിയിൽ ഉണ്ടാവണം. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് എന്താ നമുക്ക് പറയാൻ പറ്റുക? സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത് ഒരു പാരാമീറ്ററിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എന്ത് പറയാം? സാമ്പിൾ മീൻ എന്നുള്ളത് ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ എക്സ് ബാർ എന്നുള്ളത്. എക്സ് ബാർ എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. സാമ്പിൾ മീൻ എക്സ് ബാർ എന്നുള്ളത് ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. എന്തിൻ്റെ? പോപ്പുലേഷൻ മീനിൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്ററിനെ പറ്റി പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ കൂടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? സഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാരാമീറ്റർ തീറ്റയ്ക്ക് ടി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ ടിയിൽ തീറ്റനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടെങ്കിലാണ്, സാമ്പിളിലുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ് സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ മ്യൂന് സഫിഷ്യൻ്റ് ആണ് എന്നുള്ളത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എ സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്നുള്ളത് ഓൾവേസ് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ വിൽ ബി ഓൾവേസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ. A sufficient estimator will be always a consistent. Also, we can say that it may or may not be unbiased. It may be or not be unbiased. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണ്. പിന്നെ ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്ററിന് നമുക്ക് ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. പിന്നെ നമുക്ക് എന്താ പറയുക? ഇറ്റ് മേ ഓർ മേ നോട്ട് ബി അൺബയാസ്ഡ്. ബയാസ്ഡ് ആവാം, ചിലപ്പം അൺബയാസ്ഡ് ആവാം. ബട്ട് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായിരിക്കും മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്ററും. നെക്സ്റ്റ് നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. സഫിഷ്യൻസിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? An estimator T is said to be sufficient for parameter theta if it provides all the information contained in the sample with respect to the unknown parameter theta. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ടി എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആവണമെങ്കിൽ അതിൽ അൺനോൺ പാരാമീറ്റർ ആയ തീറ്റനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യണം. അതുതന്നെയാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, an estimator T is said to be sufficient for theta if the conditional distribution
if the conditional distribution of any other statistic for the given value of t is independent of theta. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഒരു എസ്റ്റിമേറ്റഡ് ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ സഫീഷ്യൻ്റ് ആണ്, ഇപ്പോൾ തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്കുമായിട്ടുള്ള കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റ് സഫീഷ്യൻ്റ് ആണെന്ന് പറയാം, തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആണെന്ന് പറയാം. എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് നമുക്ക് കൺസിഡർ ചെയ്യാം T1 T2 എന്ന് പറയുന്ന രണ്ട് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക ഫോർ ദ പാരാമീറ്റർ തീറ്റ. എങ്കിൽ T1 എന്ന് പറയുന്നത് തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോഴാണ് നമ്മൾ T1 എന്നുള്ളത് സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. അതാണ് ഇത് പറഞ്ഞത്. An estimated T is said to be sufficient for theta if the conditional distribution, ഈ conditional distribution ആണ് probability that T1 by T2 എന്ന് നമ്മൾ എഴുതിയത്. Conditional distribution of any other statistic for the given value of T is independent of theta. നെക്സ്റ്റ് നമുക്ക് ഒരു തിയറം എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറമാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്, സഫിഷ്യൻസിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ തിയറത്തിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയയാണ് ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറം: ലെറ്റ് x1, x2, etc. xn be a random sample of size n from a population with PDF f of x theta, where theta is the unknown parameter. Then the statistic t is sufficient for theta if and only if the joint distribution function Lx1, x2, etc. xn of theta is expressed as Lx1, x2, etc. xn theta equals to g of t theta into h of x1, x2, etc. xn, where g of t theta is a function of t and theta and h of x1, x2, etc. xn is independent of theta. ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത് എന്താണ്? നമ്മളെ കൈമിൽ ഇപ്പോൾ x1, x2, etc. xn പറഞ്ഞ റാൻഡം സാമ്പിൾ ഉണ്ട് ഓഫ് സൈസ് n സൈസുള്ള റാൻഡം സാമ്പിൾസ് ആണ് വിത്ത് PDF f of x theta. അതിൽ തീറ്റ എന്ന് പറയുന്നത് അൺനോൺ പാരാമീറ്റർ ആണ്. എങ്കിൽ എ സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. എന്താണ് കണ്ടീഷൻ? ഈ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ L of x1, x2, etc. xn തീറ്റ എന്നുള്ളത് ഈ ഒരു ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് സഫീഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ആ ഫോം? L of x1, x2, etc. xn തീറ്റ എന്നുള്ളത് g of t തീറ്റ ഇൻറ്റു h of x1, x2, etc. xn ഈ ഫോർമാറ്റിൽ. ഇതിൽ g of t തീറ്റ എന്നുള്ളത് ടീൻ്റെയും തീറ്റൻ്റെയും മാത്രം ഫങ്ഷനാണ്. അതിൽ h of x1, x2, etc. xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ ആവണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇതാണ് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത്. ഈ ഒരു തിയറത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റർ സഫീഷ്യൻ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ് x1, x2, etc. xn be a random sample from Poisson distribution with parameter lambda whose PMF is what is the PMF? PMF is f of x lambda equals to e raised to minus lambda raised to x by x factorial, where x takes values from 0, 1, 2, etc. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചെക്ക് വെദർ x bar is sufficient or not. x bar is
സഫിഷ്യൻറ്റ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള റാൻഡം സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ് ബാർ എന്നുള്ളത് സഫിഷ്യൻ്റ് ആണോ അല്ലേ എന്നാണ്. സഫിഷ്യൻറ്റ് ഫോർ ലാംഡ ഓർ നോട്ട്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ജോയിൻറ്റ് PMF എഴുതണം. ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ L of x1 x2 എക്സെട്ര xn ലാംഡ ഈക്വൽസ് ടു എന്താ വരിക? f of x1 ലാംഡ ഇൻറ്റു f of x2 ലാംഡ ഇൻറ്റു എക്സെട്ര f of xn ലാംഡ സിൻസ് നമ്മളെ റാൻഡം സാമ്പിൾ x1 x2 എക്സെട്ര xn n നമ്പേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു x1 ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു x2 ഡിവൈഡഡ് ബൈ x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു xn ഡിവൈഡഡ് ബൈ xn ഫാക്ടോറിയൽ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേം എന്താ? e റേസ് ടു മൈനസ് ലാംഡ കോമൺ ആണ്. അപ്പോൾ നമ്മൾ അതിനെ പുറത്തെടുക്കും. e റേസ് ടു മൈനസ് ലാംഡ ഹോൾ റേസ് ടു n ഇൻറ്റു പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു ലാംഡ റേസ് ടു xn. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഹോൾ ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു xn ഫാക്ടോറിയൽ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. അതെന്താ വരിക? e റേസ് ടു മൈനസ് n ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ xi എന്ന് എഴുതാം. അപ്പോൾ ലാംഡ റേസ് ടു സമ്മേഷൻ xi ഹോൾ ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു xn ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഇതിനൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? നമുക്കറിയാം സമ്മേഷൻ എക്സ് ബാർ എന്നുള്ളത് സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ സമ്മേഷൻ xi എന്താ വരിക? n എക്സ് ബാർ എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? e റേസ് ടു മൈനസ് n ലാംഡ റേസ് ടു n എക്സ് ബാർ ഹോൾ ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. e റേസ് ടു മൈനസ് n ലാംഡ റേസ് ടു n എക്സ് ബാർ ഇൻറ്റു 1 ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. അപ്പോൾ ഈ ടേം എന്താണ്? ഈ ടേം എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കായ എക്സ് ബാറിൻ്റെയും പിന്നെ പാരാമീറ്ററായ ലാംഡയും മാത്രമുള്ള ടേമാണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആ പാരാമീറ്റർ ലാംഡയാണ്. h ഓഫ് x1 എക്സെട്ര xn അല്ലേ? അപ്പോൾ L എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടി? രണ്ട് ഇതാക്കി നമുക്ക് എഴുതാൻ പറ്റി. ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായ Lനെ നമ്മൾ പാരാമീറ്ററിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടും പിന്നെ പാരാമീറ്ററിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിലാണ് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ ലാംഡ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഇവിടെ? ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn പറയുന്ന റാൻഡം സാമ്പിൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നേനു. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF ആണിത്. എന്താണ് PMF? e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു x ബൈ x ഫാക്ടോറിയൽ x ടേക്സ് വാല്യൂസ് ഫ്രം 0 1 2 എക്സെട്ര. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത് എക്സ് ബാർ എന്നുള്ളത് ലാംഡക്ക് സഫിഷ്യൻ്റ് ആണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ സഫിഷ്യൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജോയിൻറ്റ്
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആദ്യം എഴുതണം. ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? L of x1, x2, etc. xn ലാംഡ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x1ൻ്റെ PMF, x2ൻ്റെ PMF, അങ്ങനെ xnൻ്റെ PMF, അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള PMF നമ്മൾ എഴുതി. പിന്നെ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുക ചെയ്തത്. എന്താ കമ്പൈൻ ചെയ്തത്? e റേസ് ടു മൈനസ് ലാംഡ എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഹോൾ റേസ് ടു n എഴുതി. n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു ലാംഡ റേസ് ടു xn ഉള്ളതിനെ നമ്മൾ ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എഴുതി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn എന്നുള്ളത് സമ്മേഷൻ xi ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? e റേസ് ടു മൈനസ് n ലാംഡ റേസ് ടു സമ്മേഷൻ xi ബൈ x1 ഇൻറ്റു x1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ എഴുതി. പിന്നെ നമ്മൾ ഈ സമ്മേഷൻ xi എന്നുള്ളത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതായി എക്സ് ബാറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഫോമിലേക്ക് മാറ്റി. പിന്നെ നമ്മളിതിനെ രണ്ട് ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെയും പാരാമീറ്ററിൻ്റെയും ഫംഗ്ഷനായിട്ട് കിട്ടി. സെക്കൻഡ് വൺ എന്നുള്ളത് നമ്മളെ പാരാമീറ്ററായ ലാംഡക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് ബാർ എന്നുള്ളത് ലാംഡക്ക് സഫീഷ്യൻ്റ് ആണെന്ന് കിട്ടി.